നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ. തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ. തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. ഊരിരുളിൻ താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ. തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ,
എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗം എന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അടുത്ത കിരീടം 2 തിമോഥെയോസ് 4:6. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കിടക്കുകയാണ്, റോമൻ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. ആദ്യം കാരാഗൃഹത്തിൽ കിടന്നതിന് ശേഷം പുറത്ത് സ്വാതന്ത്ര്യത്തോടെ വന്നതാണ്. അന്ന് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ 4 ലേഖനങ്ങൾ എഴുതി. എഫേസ്യ ലേഖനം, കൊലോസ് ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനം, ഫിലിപ്പിയ ലേഖനം, 4 ലേഖനങ്ങൾ എഴുതി. കാരാഗൃഹത്തിൽ വെറുതെ ഇരുന്നില്ല. ഓരോ സഭയ്ക്കും ലേഖനങ്ങൾ എഴുതി അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും വേലയിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു പോന്നു. എന്നാൽ ആ കാരാഗൃഹവാസം കാലം കഴിഞ്ഞ് അപ്പോസ്തലൻ വീണ്ടും റോമിലേക്കും സ്പെയിനിലേക്കും എല്ലാം പോയി. സ്പാന്യ എന്ന് വേദത്തിൽ കാണും. സ്പെയിനിലേക്കും റോമിലേക്കും എല്ലാം പോയി. ഇറ്റല്യ എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ഇറ്റലിയിലേക്കെല്ലാം പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ വീണ്ടും കർത്താവിൻ്റെ വേല ചെയ്ത് നടന്നു. പിന്നെയും പിടിച്ചു. അപ്പോസ്തലനെ പിന്നെയും പിടിച്ചു, കാരാഗൃഹത്തിലാക്കി. കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഈ പ്രാവശ്യം വളരെ കഠിനമായ തടവായിരുന്നു. കഠിന തടവ്. ആരോടും മിണ്ടാനൊന്നും അനുവാദം ഇല്ല. വളരെ അല്പസമയം മാത്രം ചിലപ്പോൾ മിണ്ടാൻ അനുവദിച്ചെങ്കിലായി അത്രയേ ഉള്ളൂ. കഠിന തടവായിരുന്നു. വേണ്ടത്ര ഭക്ഷണം കിട്ടുകയില്ല, ആഹാരമൊന്നും വേണ്ടത് ലഭിക്കുകയില്ല. വലിയ പീഡ തന്നെയായിരുന്നു ആ കാരാഗൃഹവാസം. എന്തിനു വേണ്ടി? ക്രിസ്തു യേശുവിൻ്റെ സുവിശേഷ നിമിത്തം ഞാൻ ബദ്ധനായിരിക്കുന്നതാണ് പറയുന്നത്. ബദ്ധൻ, ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷ നിമിത്തം ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, വേറൊന്നിനു വേണ്ടിയല്ല. പാപം ചെയ്തിട്ടല്ല, കുറ്റം ചെയ്തിട്ടല്ല കാരാഗൃഹത്തിൽ പോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മൾ കുറ്റവും ചെയ്യാതെ നാം മറ്റുള്ളവരുടെ നിന്ന് ഏൽക്കേണ്ടി വന്നാൽ മഹാഭാഗ്യമാണ്. സ്തോത്രം. ഒരു പാവവും നമുക്ക് വരാതെ ഒരു കാരണവശാലും നാം ദൈവത്തെ ദുഃഖിപ്പിക്കാതിരിക്കുമ്പോൾ നമ്മെ ആളുകൾ തെറ്റിദ്ധരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ അത് മഹാഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആളുകൾ തെറ്റിദ്ധരിക്കട്ടെ. നമ്മെ കാണുന്നവൻ എല്ലാം ശരിയായി ധരിക്കുന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തു ഒന്നും തെറ്റിദ്ധരിക്കുകയില്ല, എല്ലാം ശരിയായി ധരിക്കും. ദൈവത്തിന് സ്തോത്രം. കേൾക്കൂ പ്രിയപ്പെട്ടവരെ. അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ കിടന്നു. അന്ന് ശീതകാലം വരാൻ പോവുകയാണ്, മഞ്ഞുകാലം വരാൻ പോവുകയാണ്. മഞ്ഞുകാലത്ത് അവിടെ വലിയ തണുപ്പാണ്, ഭയങ്കര കുളിരാണ്. വസ്ത്രങ്ങൾ, പുതപ്പുകളും മറ്റും ധാരാളം വേണം. അപ്പോസ്തലൻ ഈ ലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിൽ പറയുകയാണ്, മകനെ തിമോത്തിയോസേ, നീ ഒന്ന് വേഗം വരണം. തിമോത്തിയോസ് എന്ന എഫേസോസിൽ ബിഷപ്പാണ്. എഫേസോസിലെ ബിഷപ്പായ തിമോത്തിയോസിനോട് പറയുകയാണ്, മകനെ നീ അതിവേഗം വരണം. ശീതകാലം കഴിയുന്നതിന് മുമ്പ് വരാൻ ശ്രമിക്കുക. ശീതകാലം കഴിയുന്നതിന് മുമ്പ് നീ വരണം. ഞാൻ കർപ്പോസിൻ്റെ പക്കൽ വെച്ച് വന്ന പുസ്തകങ്ങളും വിശേഷ ചർമ്മലേഖനങ്ങളും കൊണ്ടുവരിക. ദൈവത്തിന് സ്തോത്രം. നീ വരുമ്പോൾ പുതപ്പ് കൊണ്ടുവരണം, മറക്കരുത്. പുസ്തകങ്ങളും കൊണ്ടുവരണം, ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരണം. കർപ്പോസിൻ്റെ പക്കൽ വെച്ച് വന്ന പുതപ്പും വിശേഷ ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരിക. എല്ലാം പ്രത്യേകിച്ച് ഇന്നത് ചെയ്യണമെന്ന് പറയുകയാണ്. അങ്ങോട്ട് എഴുത്ത് കൊടുത്തയച്ചു. ആരുടെ അടുക്കൽ? തിമോത്തിയോസിന്. ദൈവത്തിന് സ്തോത്രം. ആ എഴുത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഇനി അധികകാലം എനിക്കില്ല, എനിക്കിനി ഈ ഭൂമിയിൽ അധികകാലമില്ല. സ്തോത്രം. ഏതാനും നാളുകൾക്കുള്ളിൽ എന്നെ കൊല്ലും. ഞാനിതാ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. ഞാൻ മരിക്കാറായിരിക്കുന്നു. അധികം കഴിയുന്നതിന് മുമ്പേ എന്നെ കൊല്ലും. പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. എൻ്റെ നിര്യാണകാലം അടുത്തു, എൻ്റെ മരണത്തിന് സമയം അടുത്തു. അങ്ങനെ നീ വേഗത്തിൽ വരാൻ ശ്രമിക്കുക. ശീതകാലം കഴിയുന്നതിന് മുമ്പേ വരാൻ ശ്രമിക്കുക. എൻ്റെ ഐഹിക ജീവിതകാലം തീരാൻ പോവുകയാണ്. റോമൻ സീസർ പടയാളികളെ കൊല്ലും. ഇനി കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സ്ഥിതി എനിക്ക് കിട്ടുകയില്ല. മകനെ, നീ ഒരു കാര്യം ചെയ്യൂ. നീ നല്ല പോരാടണം കേട്ടോ. ഒന്നും ബാക്കി വെച്ചേക്കരുത്. ഒന്നും നിൻ്റെ വേല പൂർത്തിയാക്കാതെ ഒന്നും ബാക്കി വെച്ചേക്കരുത്.
നിൻ്റെ വേല നിർവടിയായി നീ നിവർത്തിച്ചു കൊള്ളണം. നിർവടിയായി നിൻ്റെ വേല നീ ചെയ്തു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വേല നിർവടിയായി ചെയ്തു കൊള്ളണം. കർത്താവിൻ്റെ വലിയ നാമം മുഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ വളരെ സ്നേഹത്തോടെ ദൈവത്തെ പറയുകയാണ്, എനിക്കൊരു സന്തോഷ വർത്തമാനം തന്നെ അറിയിക്കാനുണ്ട്. എൻ്റെ നിര്യാണകാലം അടുത്തു, മരണം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എനിക്കൊരു നല്ല ഉറപ്പുണ്ട്, നീതിയുടെ കിരീടം എനിക്കായി കാത്തു വച്ചിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ പറഞ്ഞു ചെല്ലുമ്പോൾ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ നൽകും. എല്ലാവർക്കും ലഭിക്കും, പ്രതിഫലം കിട്ടും. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര സൗമ്യനായിട്ടും ശാന്തമായിട്ടാണ് ഈ വാക്കുകൾ പറയുന്നത്. അപ്പോസ്തലൻ ഒരു വേദനയുമില്ല, വെപ്രാളവുമില്ല, പരിഭ്രമവുമില്ല, ഭയമില്ല. മരിക്കുമെന്ന് ഉറപ്പായി. നോക്കൂ, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. ആ സ്ഥാനത്ത് ഞാനതുപോലൊരു സ്ഥിതിയിൽ വന്നാൽ എന്തായിരിക്കും എൻ്റെ പ്രതികരണം? എൻ്റെ പ്രതികരണം ഇതുപോലെ നിർഭയത്വമായിരിക്കുമോ? നിർഭയമായി ഒരു ഭയപ്പാടുമില്ലാതെ പുഞ്ചിരിയോടെ മരണത്തെ നേരിടുവാൻ ഞാൻ ഒരുങ്ങുമോ? ദൈവത്തിന് സ്തോത്രം. അത് നേടുവാനുള്ളതായ ആത്മബലം എനിക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ വിനയത്തോടെ നിന്നോട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. അതുണ്ടായേ മതിയാവൂ എന്ന് ഞാൻ കണ്ടുപിടിച്ചു. അത് കിട്ടിയേ മതിയാവൂ. എൻ്റെ കർത്താവിന് സ്തോത്രം. ഒരു നാൾ ഈ ഭൂമി വിട്ട് നാം പോകുമ്പോൾ, ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയോടും ശുഭകരമായ പര്യവസാനമാണെന്നുള്ളതായ ഓർമ്മയോടും കൂടെ കടന്നു പോകാൻ സാധിക്കുമോ? നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അരികിലേക്കാണ് ഞാൻ പോകുന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? കർത്താവിന് സ്തോത്രം. ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? തിരുപ്പോരാട്ടം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ദ ഹോളി വാർ. എഴുതിയത് ജോൺ ബെനീനാണ്. തിരുപ്പോരാട്ടം, ദ ഹോളി വാർ. എന്താണ് അതിൽ പറയുന്നത്? ഒരു മനുഷ്യന് അവൻ്റെ അവയവങ്ങൾക്കെല്ലാം കാവൽക്കാരെ നിയമിക്കണം. കാവൽക്കാരെ, ഓരോ വാതിൽ, വായ ഒരു വാതിലാണ്, കണ്ണ് ഒരു വാതിലാണ്, അങ്ങനെ ശരീരത്തിലെ അവയവങ്ങൾ ഓരോന്നോരോ വാതിൽ. ഈ വാതിൽക്കാരെല്ലാം കാവൽക്കാരെ നിയമിക്കണം. ഈ കാവൽക്കാർ ആ അവയവങ്ങളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹോളി വാർ, വലിയൊരു വിശുദ്ധ യുദ്ധം നടക്കാൻ പോവുകയാണ്. പിശാചിനോടുള്ള പോരാട്ടമാണ്. ഓരോ വാതിൽക്കലും വന്ന പിശാച് പോരാടും, യുദ്ധം ചെയ്യും. ഓരോ വാതിൽക്കലും പിശാച് വന്ന് യുദ്ധം ചെയ്യുമ്പോൾ അവനോട് യുദ്ധം ചെയ്ത് എതിർത്ത് ജയിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വേണം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. ജോൺ ബെനീൻ എഴുതിയ ഈ ഹോളി വാറല്ല, അതിന് മുൻപ് ദ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന പുസ്തകം എഴുതി. പിൽഗ്രിംസ് പ്രോഗ്രസ്, അതിൽ പരദേശി മോക്ഷയാത്ര. ആ പുസ്തകത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരാൾ ഈ ലോക ജീവിതം താൽക്കാലികമാണെന്ന് മനസ്സിലായി, ഇതെല്ലാം നശിക്കാനുള്ളതാണെന്ന് മനസ്സിലായി. അയാളങ്ങ് നാശപട്ടണത്തിൽ നിന്ന് മോക്ഷപട്ടണത്തിലേക്ക് പോവുകയാണ്. നാശപട്ടണത്തിൽ നിന്ന് മോക്ഷപട്ടണത്തിലേക്ക്. ഭാര്യയും മക്കളൊന്നും പോയില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വസ്ഥതയില്ല. ഏവങ്കേലിയസ്തൻ എന്ന് പറയുന്ന ഒരാൾ കൊണ്ടുവന്ന് എനിക്ക് ഒരു സുവിശേഷം തന്നു, അതുകൊണ്ട് എനിക്ക് ഒരു സമാധാനമില്ല. എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമെന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം വിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. പരദേശി മോക്ഷയാത്ര. ആ പോകുന്ന പോക്കിൽ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന മനുഷ്യനെ സഹായിക്കാൻ ധൈര്യഹൃദയൻ എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്. ധൈര്യഹൃദയൻ, അത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മെ സഹായിക്കാൻ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ നമുക്ക് സുഗമമായി നിവർത്തിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല, ഈ വിശുദ്ധ യുദ്ധത്തിൽ നാം തോറ്റുപോവുകയും ചെയ്യും. ഓരോ അവയവങ്ങൾക്കും നാം കാവൽക്കാരെ നിയമിക്കണം. ഓരോ അവയവങ്ങൾക്കും കണ്ണിനെ കാവൽക്കാരെ നിയമിക്കണം, നാവിനെ കാവൽക്കാരെ നിയമിക്കണം, കൈക്ക് കാവൽക്കാരെ നിയമിക്കണം, കാലിന് കാവൽക്കാരെ നിയമിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന് കാവൽക്കാരെ നിയമിക്കണം, മനസ്സിന് കാവൽക്കാരെ നിയമിക്കണം, ബുദ്ധിക്ക് കാവൽക്കാരെ നിയമിക്കണം. എല്ലാം യേശു ക്രിസ്തു സാധിക്കാത്ത ഒന്നും വരരുത്. അതിന് ഈ ധൈര്യഹൃദയൻ്റെ സഹായം ആവശ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അവയവങ്ങളുടെ മേൽ നിങ്ങൾക്കൊരു നിയന്ത്രണം കിട്ടിയിട്ടുണ്ടോ? ഓരോ അവയവങ്ങളുടെ മേലൊരു നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം, ഇത് ഞാൻ പറയാമോ? പറയാം. ഇപ്പോൾ തന്നെ പറയണമോ? വേണ്ട. ഞാൻ ഇനി എപ്പോഴാണ് പറയേണ്ടത്? പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവമനുഷ്യർക്കുള്ള അവകാശങ്ങളാണ്. ദൈവമനുഷ്യർക്കുള്ള അവകാശങ്ങളാണ്. ചോദിക്കണം, ഇത് ഞാനിപ്പോൾ പറയേണ്ടത് ആവശ്യമാണോ? ഞാൻ ഇപ്പോൾ തന്നെ പറയണമോ? ദൈവത്തിന് സ്തോത്രം. അതോ ഞാൻ പറയാതിരിക്കണമോ? ദൈവസന്നിധിയിൽ നിങ്ങൾ ചോദിക്കണം. ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യാവൂ. മക്കൾ കുറ്റം ചെയ്തു, അവരെ ശിക്ഷിക്കുന്നതിന് മുൻപ് ധൃതി പിടിച്ച് ശിക്ഷിക്കരുത്, കോപിച്ച് ശിക്ഷിക്കരുത്. മക്കളെ വിളിച്ച് ശാന്തമായി അടുത്ത് ചേർത്ത് നിർത്തണം. മോൻ, ഇനി ആ ചെയ്ത് തെറ്റായിപ്പോയി,
നീ അത് ചെയ്തത് നിൻ്റെ ജീവിതത്തിൽ പിശാച് അവകാശം പറയുന്നതുകൊണ്ടാണ്, സാത്താൻ നിന്നെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, നിൻ്റെ അവയവങ്ങളിൽ സാത്താൻ്റെ പ്രവൃത്തി വ്യാപരിക്കുന്നതുകൊണ്ടാണ്. മോനെ, അതുകൊണ്ട് നീ ചെയ്തത് ഗുരുതരമായ തെറ്റാണ്. സാത്താനാണ് ഇതിനെക്കൊണ്ട് ചെയ്യിച്ചതെങ്കിലും നിന്നെയാണ് ഇപ്പോൾ നീ കയ്യിൽ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ സാത്താനെ അടിക്കാൻ പോവുകയാണ്. ഞാൻ നിന്നെ അടിക്കുന്നത് സാത്താനെ അടിക്കുകയാണ്, നിന്നെയല്ല. നിനക്ക് നോവും, ശരിയാണ്, പക്ഷേ നിന്നെയല്ല, സാത്താനെയാണ് അടിക്കുന്നത്. ഇത്രയും പറയുമ്പോഴേക്കും കോപമൊക്കെ പോയി കഴിഞ്ഞു. കോപം പോയി കഴിഞ്ഞിട്ട് പിള്ളേരെ അടിച്ചോളൂ, കുഴപ്പമില്ല. കോപത്തോടു കൂടി ശിക്ഷിക്കരുത്. നിങ്ങൾ മനസ്സിലാകുന്നു? ദേഷ്യപ്പെട്ട് ശിക്ഷിക്കരുത്. പെട്ടെന്ന് അരിശം മൂത്ത് വല്ല മണ്ടത്തരവും പറയരുത്, ശാപവാക്കുകൾ പറയരുത്, പിരാകുന്ന വാക്കുകൾ പറയരുത്. ആ പിരാകുന്ന വാക്കുകൾ പറയുമ്പോൾ ചിന്തിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. പക്ഷേ പലപ്പോഴും നാം പറയുന്ന വാക്കുകൾ അതിൽ അർത്ഥവത്തായി തീരാൻ പോകുന്നു. അത് വരരുത്, സൂക്ഷിച്ചുകൊള്ളണം. ഓരോ വാക്കിനും വിലയുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അവയവങ്ങൾക്ക് കാവൽക്കാരെ നിയമിക്കണം. ഓരോ അവയവങ്ങൾക്കും കാവൽക്കാരെ നിയമിച്ച് അരുതാത്ത ഒന്നും വരാൻ സൂക്ഷിക്കണം. ഒരിക്കലും കോപം വരാൻ സമ്മതിക്കരുത്. കോപം ഉള്ളത്തിൽ വന്നാൽ ഉടനെ എൻ്റെ യേശുവേ എന്ന് വിളിച്ചുകൊള്ളണം. കോപമോ വാശിയോ തോന്നിയാൽ ഉടനെ എൻ്റെ കർത്താവേ എന്ന് വിളിച്ചുകൊള്ളണം. കോപിച്ച് ഭർത്താവിനോട് സംസാരിക്കരുത്. കോപിച്ച ഭർത്താവിൻ്റെ മുമ്പിൽ നിന്ന് വാഗ്വാദം ചെയ്യരുത്, ചോദ്യം ചെയ്യരുത്. കോപിച്ച് ഭാര്യയോട് ചോദിക്കരുത്, ഭാര്യയോട് വാഗ്വാദം ചെയ്യരുത്, ഭാര്യയോട് തർക്കിക്കരുത്. വിനയം, താഴ്മ, അവിടെ സ്നേഹം, അവിടെ സൗമ്യത. പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞു നിൽക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കണം. ഒരിക്കലും നാം പാപം ചെയ്യാൻ ഇടവരരുത്. നമ്മുടെ ജീവിതത്തിൽ പാപം വരരുത്. നമുക്ക് ജീവിതത്തിൽ കിരീടം വേണമെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, നീതിയുടെ കിരീടം നമുക്ക് വേണമെങ്കിൽ, നീതിയുടെ കിരീടത്തിന് അവകാശികളായി തീരണമെങ്കിൽ, എങ്കിൽ നാം ഇവിടെ വളരെ സൂക്ഷിച്ച് ജീവിച്ച മതിയാകുകയുള്ളൂ. വളരെ സൂക്ഷിക്കണം. കർത്താവിന് സ്തോത്രം. ഒരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടരുത്, നിരാശ വരരുത്. ഒരുപക്ഷേ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഒരു വിജയം കിട്ടിയില്ല എന്ന് വന്നേക്കാം. പരീക്ഷ വിജയം കിട്ടിയില്ല, എൻട്രൻസ് ടെസ്റ്റ് എഴുതി അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടിയില്ല. നിരാശ വരരുത്. അയ്യോ, ദൈവം എനിക്ക് തന്നില്ലല്ലോ എന്ന് ഒരു പരാതി തോന്നരുത്. മോനെ, നീ ചിന്തിക്കുക. അത് ഒരുപക്ഷേ നിൻ്റെ പാപം കൊണ്ടാകാം, നിൻ്റെ അലസത കൊണ്ടാകാം, നീ പഠിക്കാത്തതുകൊണ്ടാകാം, അതല്ലെങ്കിൽ അപ്പോൾ നിനക്ക് വേണ്ട എന്ന് ദൈവം തീരുമാനിച്ചതുകൊണ്ടാകാം, അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ പിശാച് അവകാശം അറിയുന്നുണ്ടാകാം. എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒന്ന് ചെയ്തുകൊള്ളണം, നിരാശയ്ക്കിടം കൊടുക്കരുത്. കാരണം യേശു ക്രിസ്തു ഭാഗ്യകരമായ പ്രത്യാശയാണ്. എപ്പോഴും ആശ തരുന്നവനാണ് ക്രിസ്തു. ഒന്നിലും തളരരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിങ്ങൾ തളരരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നിറഞ്ഞു നിൽക്കണം. പ്രത്യാശ. കർത്താവിന് സ്തോത്രം. ജീവിതത്തിൽ ഹൃദയം നിറഞ്ഞ പ്രത്യാശ, ഹൃദയം നിറഞ്ഞ വിശ്വാസം. നീയോ നിർമ്മതനായിരിക്കുക. മാത്രമല്ല, നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക, കഷ്ടം സഹിക്കുക. ആ പാരഗ്രാഫ് നമുക്ക് വായിക്കാം. 2 തീമോഥെയോസ് 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസവുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശാക്കന്മാരെ പെരുക്കുകയും. സുവിശേഷം പറയുന്നവർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം പറയുന്ന സുവിശേഷകന്മാരാണ്, ഉപദേശകന്മാരാണ്. അവർ കർണരസമാകുമാറ് കിഴവിക്കഥകളും ഒട്ടുകഥകളും പറയും. ആളുകളെ ചിരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ. മോനെ തീമോഥെയോസേ, നീ അങ്ങനെ ആകരുത്. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം, ഈ ഉപദേശിയുടെ മോഹത്തിൻ്റെ ഒത്തവണ്ണം, സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശകന്മാരെ പെരുക്കുന്നു. അനേക ഉപദേശകന്മാർ അവരുടെ കസ്റ്റഡിയിൽ അങ്ങനെയുള്ള ആളുകൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ഉപദേശകന്മാരെ പെരുക്കുന്ന അനേകം സുവിശേഷകരുണ്ട്. പിന്നെ സത്യത്തിന് ചെവി കൊടുക്കുകയില്ല. കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. അങ്ങനെയുള്ള പ്രസംഗർക്ക് നല്ല മാർക്കറ്റാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആളുകളെ ചിരിപ്പിക്കുന്ന പ്രസംഗം ചെയ്യുന്നവർക്ക് നല്ല വിലയും നിലയുമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കരയുന്ന പ്രവാചകന്മാരായിക്കൊള്ളുക. കരയുന്ന പ്രവാചകന്മാർ. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവരുടെ ഉള്ളം തകരണം. നിങ്ങളുടെ നാവിൽ കൂടി കർത്താവ് തരുന്ന വാക്കുകൾ കേൾക്കുന്നവരുടെ ഹൃദയം തകരണം. നിങ്ങൾക്ക് പാവബോധം ഉണ്ടാകണം. പാവബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, ചിരിക്കുന്നത് പാവമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവർ സംശയിക്കേണ്ട. ചിരിക്കുന്നത് പാവമല്ല. പക്ഷേ സുവിശേഷം കേട്ട് ചിരിക്കാനില്ല.
സുവിശേഷം ചിരിക്കാനുള്ളതല്ല. സുവിശേഷം സ്വന്തം പാവത്തെ ഓർത്ത് നെടുവീർപ്പെടാനുള്ളതാണ്. സുവിശേഷൻ്റെ പ്രവൃത്തി ചെയ്യുക. പിന്നെ നീയോ സകലത്തിലും നിർമ്മതനായിരിക്ക, അയ്യോ സകലത്തിൽ നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്ക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, വിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക. അവനെ തിമോത്തിയോസേ, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഞാനിപ്പോൾ തന്നെ തീരാൻ പോവുകയാണ്. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ഞാൻ പോയാലും ഞാൻ ചെയ്യുന്ന ഈ ശുശ്രൂഷ നീ ഏറ്റെടുക്കേണ്ടതാണ്. നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഒന്നും പൂർത്തിയാക്കാതെ വിട്ടേക്കരുത്. നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. പൂർത്തീകരിക്കാതെ ഒന്നും വിട്ടേക്കരുത്. വേല പൂർത്തീകരിക്കാതെ ഒന്നും വിട്ടുകളയരുത്. നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. ഇപ്പോൾ തന്നെ ഞാനിതാ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, നല്ല പോർ പൊരുതു, നല്ല പോരാട്ടം പോരാടി, ഓട്ടം തികച്ചു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഈ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസം എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ മരണത്തോടെടുക്കുന്ന സമയങ്ങളിൽ ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തീർത്തു എന്നുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ടോ? ഭൗതികമായി പറയാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വാർദ്ധക്യമാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മക്കൾക്കുള്ള ഓഹരിയെല്ലാം നിങ്ങൾ അവരുടെ പേരിൽ എഴുതി കൊടുത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ അവരെ ഒരു വീട് വയ്ക്കാൻ നേരത്ത് കടം ചോദിക്കാൻ ബാങ്കിൽ ചെന്നാൽ ഒരു ഭൂമി കാണിച്ചു കൊടുക്കാനില്ല. അവരുടെ പേരിലാക്കി കൊടുക്കണം. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾ നോക്കുകയോ ഇല്ലയോ എന്നും പേടിക്കേണ്ട. ഉടയമ്പുരാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട. ആരുമില്ലെങ്കിലും ശരി, നിങ്ങളൊന്നും പേടിക്കേണ്ട. യേശുക്രിസ്തുവിൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, എല്ലാം നിറപടിയായി നിവർത്തിക്കുക. ഒന്നും ബാക്കി വെച്ചേക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സ്വത്ത് എന്തുണ്ടെങ്കിലും കുറച്ചോ അധികമാകട്ടെ, അത് മക്കൾക്കായി വേർതിരിച്ച് കൊടുത്തിരിക്കണം. അത് പ്രത്യേകിച്ച് തിരിച്ച് തന്നെ കൊടുത്തിരിക്കണം. അതിൻ്റെ റെക്കോർഡെല്ലാം ശരിയാക്കിയിരിക്കണം. നിങ്ങൾക്ക് ബാങ്കിലുള്ള പൈസ ഉണ്ടെങ്കിൽ അതെങ്ങനെയെല്ലാം ചെലവഴിക്കണമെന്ന് നിങ്ങൾ എഴുതി വച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടുന്നതായ വല്ല ഗ്രാറ്റുവിറ്റിയോ പ്രൊവിഡൻറ്റ് ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ എഴുതി വച്ചിരിക്കണം. എല്ലാം എഴുതി വച്ചിരിക്കണം. നിങ്ങളുടെ ഭാര്യയുടെ കാര്യം നിങ്ങൾ മറക്കരുത്. ആ സ്ത്രീ അനാഥമായി പോകാനിട വരരുത്. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ വേണ്ട സമയത്തെല്ലാം ഉചിതമായി ചെയ്തു കൊള്ളണം. ഇത് വേറെ മക്കളോടൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. മക്കളെ അറിയിക്കേണ്ട കാര്യവുമില്ല. മക്കൾ അറിയണമെന്ന് ആഗ്രഹിക്കേണ്ട കാര്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെല്ലാം ഒന്നും ബാക്കി വെച്ചേക്കരുത്. എല്ലാം തീർത്തു കൊള്ളണം. എപ്പോഴാണ് മരണം വരുന്നത് അറിയാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനം ആർക്കാണെന്ന് നിങ്ങൾ എഴുതി വച്ചിരിക്കണം. അതെല്ലാം ചിട്ടപ്പെടുത്തി വെച്ചിരിക്കണം. കർത്താവിന് സ്തോത്രം. കേൾക്കൂ, നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. ഞാനിതെല്ലാം പറയുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തിനു പറഞ്ഞതെന്നറിയാമോ? ഇന്ന് അനേകം അപ്പന്മാർ മക്കൾ കൊടുക്കാൻ മനസ്സില്ലാതെ പൂഴ്ത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വിനിമയം ചെയ്തേക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോധ്യം വന്നതുപോലെ നിങ്ങൾ വിൽപ്പത്രം എഴുതി വയ്ക്കൂ, കുഴപ്പമില്ല. പക്ഷേ പിന്നെ വിൽപ്പത്രം പൊളിക്കരുത്. ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് ആ വിൽപ്പത്രം പൊളിച്ചെഴുതാൻ ഇടവരരുത്. അത് അബദ്ധമാണ്. നിങ്ങൾക്കൊരു നല്ല ബുദ്ധി തോന്നി നിങ്ങൾ വിൽപ്പത്രം എഴുതി വെച്ചാൽ ആ വിൽപ്പത്രം പിന്നെ പൊളിക്കാൻ ഇടവരരുത്. അതങ്ങനെ തന്നെ ഇരുന്നുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അതൊന്നും മക്കളെ കാണിച്ചു കൊടുക്കുകയും വേണ്ട. വിൽപ്പത്രമൊന്നും മക്കളെ കാണിച്ചു കൊടുക്കണ്ട. എന്നങ്ങനെ പറയുന്നതിന് കാരണം അനേകം കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടും അനേകം വിപത്തുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. എല്ലാം നിറപടിയായി നിവർത്തിച്ചു കൊള്ളുക. എല്ലാം ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. എല്ലാം മുൻകൂട്ടി ചെയ്തു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ വീതം വയ്ക്കുന്ന കാര്യമല്ല മുൻകൂട്ടി ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ പുസ്തകം പറയുന്നത് ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക എന്നാണ്. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. കർത്താവിൻ്റെ വേല ചെയ്താൽ അത് മഹാഭാഗ്യമാണ്. ഉള്ള കാലം, ഒന്നുകൂടി പറയാം, മൂക്കിൽ ജീവശ്വാസമുള്ള കാലം നിങ്ങൾ കർത്താവിൻ്റെ സുവിശേഷകരാകുക. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ഇന്ന് അങ്ങനെ ഒരു സമർപ്പണം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? കർത്താവിൻ്റെ വേലക്കാരായി നിൽക്കാൻ, കർത്താവിന് വേണ്ടി ഓടാൻ, നിസ്വാർത്ഥമായി ഓടാൻ, പ്രതിഫലേച്ഛ കൂടാതെ ഓടാൻ നിങ്ങൾക്ക് ഇന്നൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? ആരുടെയും പ്രശംസ വേണ്ട, ആരും മാനിക്കേണ്ട, ആരും പ്രത്യേകിച്ച് പരിഗണിക്കേണ്ട. ഞാൻ യേശുവിൻ്റെ ഒരു സുവിശേഷകൻ, ഞാനൊരു പാവപ്പെട്ട ഉപദേശി, എൻ്റെ കർത്താവിൻ്റെ വേലക്കാരൻ
ഈ ഒരു ബോധത്തോടു കൂടി കർത്താവിൻ്റെ വേല ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ജനങ്ങൾ കബളിപ്പിച്ചു കൊള്ളട്ടെ, കളിയാക്കി കൊള്ളട്ടെ, പരിഹസിച്ചു കൊള്ളട്ടെ, നിങ്ങളെ ആക്ഷേപിച്ചു കൊള്ളട്ടെ, സാരമില്ല. ആരെല്ലാം കുറ്റം പറഞ്ഞാലും ദൈവസന്നിധിയിൽ നിങ്ങൾ നീതിമാന്മാരായി നിന്നാൽ മതി. എന്നാൽ ജീവകിരീടം നിങ്ങൾക്ക് ലഭിക്കും, പ്രശംസാ കിരീടം നിങ്ങൾക്ക് ലഭിക്കും, വാടാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും, നീതിയുടെ കിരീടം നിങ്ങൾക്ക് ലഭിക്കും. നീതിയുടെ കിരീടം. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കിരീടങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. ഇന്നെന്ന പോലൊരു ദിവസം അത് സംഭവിക്കും, തീർച്ചയാണ്. ഇന്നെന്ന പോലൊരു ദിവസം നാം എല്ലാം ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി നിത്യത്തിലേക്ക് ചെല്ലുമ്പോൾ, ന്യായവിസ്താരംഗത്തേക്ക് ചെല്ലുമ്പോൾ, അപ്പോഴാണ് പ്രതിഫലങ്ങൾ പങ്കിടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരെയും വിളിച്ച് ഈ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. സമ്മാനങ്ങൾ ഓരോരുത്തർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. വിജയം അകടം ചൂടാനുള്ളവർ അവർ സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്നു. രാജാധിരാജൻ്റെ കയ്യിൽ നിന്ന് കിരീടങ്ങൾ പ്രാപിക്കുന്നു. സ്തോത്രം. ഇതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കിരീടങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെന്ന് എനിക്കറിയാം, എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കിരീടം നിങ്ങളുടെ തലയിൽ തട്ടിത്തെറിപ്പിക്കാൻ പിശാച് നോക്കുന്നുണ്ട്. അതിൽ വീണ് പോകരുത്. നിങ്ങൾ കരുതലോടെ പോകുക. ഇന്നുള്ളതെല്ലാം മാറിപ്പോകും. ഇന്നിവിടെ കാണുന്നതെല്ലാം തീർന്നു പോകും. തീരാത്തത് യേശു മാത്രം, യേശുവിൻ രാജ്യം മാത്രം. മറക്കരുത്, ഒരു കാരണവശാലും മറക്കരുത്. യേശു മാത്രം. ആരെല്ലാം മാറിപ്പോയാലും, സ്നേഹിതന്മാർ വിട്ടുപോയാലും, സഹായികൾ മാറിപ്പോയാലും, ഇന്ന് ഉപകാരം ചെയ്യുന്നവർ ഉപദ്രവികളായി മാറിയാലും സാരമില്ല, എന്തെല്ലാം സംഭവിച്ചാലും. പക്ഷെ ഒന്ന് ഓർത്തുകൊള്ളണം, എനിക്കെൻ്റെ യേശു, യേശു മാത്രം, യേശു. ദൈവത്തിന് സ്തോത്രം. യേശുവിൽ ചാരുക, യേശുവിൽ ആശ്രയിക്കുക, യേശുവിൽ മുറുകെ പിടിക്കുക. യേശുവിൻ്റെ ആ തൃക്കരം നിങ്ങളുടെ തലമേൽ വയ്ക്കുവാൻ തല താഴ്ത്തി കൊടുക്കുക. നിങ്ങളുടെ തലമേൽ ക്രിസ്തുവിൻ്റെ തിരക്തം ഒന്ന് പൊഴിയട്ടെ. ആ തിരക്തം നിങ്ങളുടെ തലമേൽ വീഴട്ടെ. ആ തിരക്തം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ആ തിരക്തം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരക്തത്താലുള്ള പ്രകാശ ധോരണി നിങ്ങൾ പ്രാപിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതം പ്രശോഭിതമായി തീരട്ടെ, അനുഗ്രഹീതമായി തീരട്ടെ. നിങ്ങൾ ഇന്നുള്ള ജീവിതത്തിലെ എല്ലാ പാകപ്പിഴകളും മാറട്ടെ. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ബാധകൾ മാറ്റട്ടെ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കട്ടെ. സമാധാന ദേശത്തേക്ക്, സ്വർഗീയ തീരത്തേക്ക് പറന്നു പോകുവാൻ ഒരുങ്ങുക പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി നിങ്ങൾ തന്നെ സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ശിരസിന്മേലോട് തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും നന്മകളാൽ അലങ്കരിക്കണമേ. രാജ്യത്തിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കി എല്ലാവരെയും അവിടുത്തെ കിരീടം ധരിപ്പിക്കുവാൻ തക്കവണ്ണം ഒരുക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.